അനുമോളും ആദിലയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അനുമോൾ പറയുകയാണ്, എനിക്ക് എൻ്റെ വീട്ടുകാരാണ് എനിക്ക് എൻ്റെ എല്ലാം. എൻ്റെ ചേച്ചിയുടെ ഒരു മകനുണ്ട്, ദേവ എന്നാണ് അവൻ്റെ പേര്. ഞാനാണ് അവന് പേരിട്ടത്. എനിക്കും അമ്മയ്ക്കും ചേച്ചിക്കും ഞങ്ങളുടെ കയ്യിലോട്ട് വന്ന ഒരു കുഞ്ഞല്ലേ അവന്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടെ മോനെ പോലെയാണ്. എനിക്കിപ്പോൾ ഒരു മോനുണ്ടായാൽ എങ്ങനെയാണ്, അതുപോലാണ് എനിക്കവൻ. ഈ വരുന്ന ഒക്ടോബർ 27 അവൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്കറിയത്തില്ല, ഭാഗ്യമുണ്ട് എന്ന് അനുമോൾ പറയുന്നുണ്ട്. പിന്നെ അനുമോളെ തന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ ജെന്യുവനായിട്ടുള്ള ആൾക്കാർ ആണെന്ന് വിചാരിച്ച് ഞാൻ സംസാരിക്കും. പക്ഷേ അവർ എന്നെ ഒരുപാട് പേര് അങ്ങനെ ഞാൻ ജെന്യുവനാണെന്ന് വിചാരിച്ചവരൊക്കെ പറ്റിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും 1 മിനിറ്റെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനെന്നും പറഞ്ഞ് സംസാരിച്ചിട്ട് പിന്നെ അവർ കാലുമാറും. അങ്ങനെ ഒരുപാട് പേരെന്നെ പറ്റിച്ചിട്ടുണ്ട്. പ്രോഗ്രാമൊക്കെ ബുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നമ്മളെങ്ങനെ പെരുമാറുന്നെന്നും നമ്മളെങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ അറിയാനായിട്ട് വിളിക്കുന്നവരാണ് കുറേ പേര്. എന്നിട്ട് അവരത് എനിക്ക് അത് മനസ്സിലാവും, എന്നെ ചീറ്റ് ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ആ നമ്പർ എടുത്തിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ കൊടുക്കും. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് പറയും, അനുമോളുടെ ബുക്ക് ചെയ്തിട്ടെന്താ പ്രോഗ്രാം മാറ്റി വെച്ചോ, പ്രോഗ്രാം ഇല്ലേ എന്ന് അവർ വിളിച്ച് ചോദിച്ച് പണി കൊടുക്കും. അങ്ങനെ അനുമോൾക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ അനുമോൾ ഇരുന്നിട്ട് ആതിരയോട് സംസാരിക്കുകയാണ്. പിന്നെ സീരിയലിൽ തൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അവരുടെ ഷോപ്പിൽ പോയി ഞാൻ കുറേ സമയം ഇരിക്കുമെന്നും ഒക്കെ അനുമോൾ പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് കുടുംബവിളക്കിൽ അഭിനയിക്കുന്ന ആതിര മാധവ് തൻ്റെ ഫ്രണ്ടാണെന്നും തന്നോട് സംസാരിക്കുന്ന കാര്യമൊക്കെ ആതിലയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോളും ആതിലയും കൂടെ സംസാരിക്കുമ്പോഴത്തേന് ഒനിൽ ആ വഴി വരികയാണ്. അപ്പോൾ ഒനിൽ ചോദിക്കുകയാണ്, മസ്താനിയുടെ കാര്യമാണോ സംസാരിക്കുന്നത്? അപ്പോൾ ആതില പറഞ്ഞു, ഓ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടോ, ഇനി മസ്താനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അനുമോൾ പറഞ്ഞു, എന്നെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്, കുറ്റം ഒന്നും പറയാത്തത് എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പം ആതില പറയണം, അപ്പം ഞങ്ങളുടെയൊക്കെ മേക്കിട്ട് കയറിയതിന് എന്തോ പറയണം, ഞങ്ങളൊക്കെ എന്തോ പറയണം, എന്തൊരു ശല്യമായിരുന്നു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അവൾ പുറത്തുനിന്ന് ഇതെല്ലാം കണ്ടു വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളത് അവളോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ അവളത് കറക്റ്റായിട്ട് നിന്നാൽ മതിയായിരുന്നു. റെനയുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളുടെ ഉമ്മയെ പറ്റിയൊക്കെ എന്തൊക്കെയാണ് ഇവൾ പറഞ്ഞു, ഇവിടെ എന്തെല്ലാം പ്രശ്നം ഇവിടെ ഉണ്ടാക്കി. അപ്പം അനുമോൾ പറയാണ്, അത് അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇറിറ്റേഷനായിട്ടുള്ള കാര്യങ്ങളുണ്ടായി കാണും. അപ്പോൾ ഇവൾ തിരിച്ച് പറഞ്ഞു കാണും. എന്തായാലും എൻ്റെ അടുത്ത് ഒന്നിനും വന്നിട്ടില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്നോട് എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് അനുമോൾ ചോദിക്കുന്നു. പിന്നെ ഇവിടെയുള്ളവർ അനാവശ്യമായിട്ട് ചെന്ന് ചൊറിയുന്നൊരു സ്വഭാവം ഇവിടെ ഉള്ളവർക്കുണ്ടല്ലോ. അപ്പോൾ അതിനെന്താ പറയേണ്ടതെന്ന് അപ്പോൾ അവൾ ചുമ്മാ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. റെനയുടെ സ്വഭാവം വെച്ച് എപ്പോഴും റെന ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ട്രിഗർ ചെയ്യുന്നൊരു സ്വഭാവം റെനയ്ക്കുണ്ട്. അപ്പോൾ റെന അങ്ങനെ പറഞ്ഞ സമയത്ത് മസ്താനി തിരിച്ച് പറഞ്ഞു കാണും. എന്തുമായാലും മസ്താനി എൻ്റെ അടുത്ത് ഒന്നിനും വന്നിട്ടില്ല, എന്നെ ഒന്നും പറയാനും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കുറ്റം ഒന്നും പറയാത്തത്. അത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും അഭിപ്രായവും പറയാത്തത് അതുകൊണ്ടാണ്. എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് ചൊറിയാനും വന്നിട്ടില്ല, വഴക്കിനും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്.